ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യമില്ലെന്ന വിവരം പുറത്തു വന്നതിന് ശേഷം സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. സിദ്ദിഖിന്റെ കറുത്ത ബെൻസ് കാർ ഹോട്ടലിന്റെ പാർക്കിംഗിൽ കണ്ടതായി പോലീസ്. സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തള്ളിയതിൽ സന്തോഷമുണ്ടെന്ന് പരാതിക്കാരി. മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ ചോർന്നതിൽ അതൃപ്തിയുണ്ടെന്നും ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരി പ്രതികരിച്ചു. ജാമ്യം ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈന്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവര് ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു ടൈമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെതിരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാനത് DGPക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാമ്യം നിഷേധിച്ച ഈ ഒരു യുവതിയോടെ എനിക്ക് അതുകൊണ്ട് ഐ എം ഹാപ്പി ആൻഡ് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമേ. ബലാത്സംഗ പരാതിയിൽ മുകേഷ് MLA അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്തത്. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ. മുകേഷിന്റെയും സിദ്ദിഖിന്റെയും നടപടികളെ കുറിച്ചാണ് പ്രതികരണം. സിനിമയെ പറ്റി ആധികാരികമായി പറയാൻ താൻ സിനിമാ മന്ത്രി അല്ലെന്നും ഗണേഷ് കുമാർ. സിനിമയുടെ മന്ത്രി ഞാനല്ലല്ലോ. സിനിമയെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള കവിഞ്ഞ് വേറെ ഒന്നും എൻ്റെ ഇല്ല. നിയമത്തിന്റെ വഴിക്ക് പോകുന്ന ആദ്യ ദിവസം ഞാൻ പറഞ്ഞല്ലോ. അതിനെന്തിനാ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടുന്നത്? തൃശൂർ പൂരം കലക്കലിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്നതിൽ തീരുമാനം ഉടനുണ്ടായേക്കും. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷമാകും തീരുമാനം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളണമെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും CPI വീണ്ടും ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നീക്കം. ADGP അജിത് കുമാർ നിരന്തരം RSS നേതാക്കളെ സന്ദർശിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂരം അലങ്കോലപ്പെടുത്തുമ്പോഴേ കാര്യങ്ങൾ വ്യക്തമായിരുന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. CPM RSS അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ഈ അജിത് കുമാർ ഈ RSS നേതാക്കളെ കാണുന്നത്. എന്താ? കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. നിരവധി കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം പ്രതിയാകേണ്ട നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. ഞങ്ങൾ BJPയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? BJPക്ക് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. അവർ കണ്ടുവച്ചിരിക്കുന്നത് തൃശൂരാണ്. 2.5-3 കൊല്ലമായി തൃശൂരിൽ പാർലമെന്റ് സീറ്റ് ജയിക്കാനുള്ള പെടാപ്പാട് വരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദൂതൻ അജിത് കുമാർ RSS നേതാവിനെ കണ്ട് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് പറയുന്നു. സഹായം ചെയ്യുന്നത് വൺ വേ ട്രാഫിക് അല്ല. അങ്ങോട്ട് സഹായം ചെയ്താൽ ഇങ്ങോട്ട് സഹായം വേണം. അങ്ങോട്ട് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നാണ് പിണറായി വിജയന് വേണ്ടി അജിത് കുമാർ RSS നേതാവിനോട് കണ്ടത്. CPIക്ക് മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അഭിപ്രായമില്ലാതാകുന്നുവെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ കള്ളക്കടത്തുകാരുടെയും താവളമായി. ആരോപണ വിധേയനായ അജിത് കുമാറിന്റെ റിപ്പോർട്ട് DGP എന്തുകൊണ്ട് മടക്കുന്നില്ല? മുഖ്യമന്ത്രിക്ക് ശശിയെ സംരക്ഷിക്കേണ്ടി വരുമെന്നും എല്ലാത്തിന്റെയും ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല. EP ജയരാജൻ വീണ്ടും പാർട്ടി വേദിയിൽ. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ CPM പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. തന്നെയും മുഖ്യമന്ത്രിയെയും മാധ്യമങ്ങൾ വ്യക്തിഹത്യ ചെയ്തെന്ന് EP ജയരാജൻ. തനിക്കെതിരെ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും EP പറഞ്ഞു. മാധ്യമങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യ. ഇവിടെ മാധ്യമങ്ങളുടെ ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തെല്ലാം ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇപ്പോഴും തുടർന്നുകൊള്ളട്ടെ. എനിക്കതൊരു പ്രശ്നമേ അല്ല. ഏതെല്ലാം തരത്തിൽ പാർട്ടി നേതാക്കളെ വ്യക്തിഹത്യ നടത്തുക, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തുക, അത് വ്യാപകമായി പ്രചരിപ്പിക്കുക,
ജനമനസ്സുകളിൽ ഇവർ കുറ്റവാളിയാണ് എന്നൊരു തോന്നൽ സൃഷ്ടിച്ചെടുക്കുക, ഇതിന്റെ സംഘടിതമായ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചും നേരിട്ടുമാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. മരണം വിവാദമാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെന്ന് എം ലോറൻസിന്റെ മകൻ ML സജീവൻ ന്യൂസ് 18നോട്. ആശ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രചരണം നടത്തുകയാണ്. ആശ ചെയ്യുന്ന കാര്യങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമെല്ലാം ചിലരുടെ ഇടപെടലുണ്ട്. ആശയുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായി. ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇത്തരം കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും സജീവൻ പറഞ്ഞു. കിടപ്പിലായിരുന്നപ്പോൾ എം ലോറൻസ് പറഞ്ഞത് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്നാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കുടുംബാംഗങ്ങൾ ആദ്യം ഇത് അംഗീകരിച്ചതാണ്. ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ലെന്നും TP രാമകൃഷ്ണൻ. NCPയിൽ തർക്കം രൂക്ഷം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള PC ചാക്കോ തോമസ് K തോമസ് വിഭാഗത്തിന്റെ ശ്രമം പാളുന്നു. പാർട്ടിയിൽ ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കി AK ശശീന്ദ്രൻ. തോമസ് K തോമസിനെ ദേശീയ നേതൃത്വം പിന്തുണച്ചാൽ പാർട്ടി പിളരുമെന്ന് മുന്നറിയിപ്പ്. ശശീന്ദ്രന്റെ നീക്കം മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പിന്തുണയോടെയെന്നും സൂചന. കണ്ണൂർ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഷുഹൈബിന്റെ മാതാപിതാക്കൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. അതേസമയം കേസിന്റെ വിചാരണ വേളയിൽ മറ്റാരുടെയെങ്കിലും പങ്ക് തെളിഞ്ഞാൽ നിയമപരമായ മാർഗം തേടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യും. സിദ്ധരാമയ്യയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അനുമതി തേടിയുള്ള ഗവർണറുടെ നീക്കം ചോദ്യം ചെയ്താണ് സിദ്ധരാമയ്യ കോടതിയെ സമീപിച്ചത്. അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A പ്രകാരം അനുമതി തേടാനുള്ള അവകാശം ഗവർണർക്കുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തമിഴ്നാട് മന്ത്രിസഭ പുനഃസംഘടനയെന്ന സൂചന നൽകി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നായിരുന്നു സ്റ്റാലിന്റെ മറുപടി. மாற்றம் அப்புறம் அமைச்சர் உதயநிதி ஸ்டாலின் அவருக்கு துணை முதலமைச்சர் பதவி அப்படிலாம் இருக்கு. நீங்களும் விரைவில் சொன்னதை செய்வோம் அப்படின்னு சொல்லியிருக்கீங்க. அதுக்கு ஒரு பதில்? ஏமாற்றம் இருக்காது, மாற்றம் இருக்கும். ജമ്മുകശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. മധ്യകാശ്മീരിലെ ബുദ്ഗാം, ശ്രീനഗർ, ഗന്ദർബാൽ, ജമ്മു മേഖലയിലെ പുഞ്ച്, രജൌരി ജില്ലകളിലായി 26 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, BJPയുടെ രവീന്ദർ റെയ്ന, ജമ്മുകാശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് തുടങ്ങിയവരാണ് രണ്ടാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഹമാസിനെ വകവരുത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റുവാൻ അസർ. CNN ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ സാക്ക ജേക്കബിന് നൽകിയ അഭിമുഖത്തിലാണ് റുവാൻ അസറിന്റെ വെളിപ്പെടുത്തൽ. ഇനിയൊരു വലിയ ആക്രമണം നടത്താൻ ഹമാസിന് ശേഷിയില്ലെന്നും ആ വിധത്തിൽ ഭീകര സംഘടനയെ വകവരുത്തിയെന്നും റുവാൻ അസർ വ്യക്തമാക്കി. Hamas does not have the capability to now launch another October 7th? No. Because we have completely dismantled their military organization and we are taking over also the lifeline of contraband of weapons through the Sinai. So we control the border between Gaza and Egypt, and we are still left with a very difficult dilemma that has to do with our hostages. We've managed to bring back 150 hostages, and we are still with 101 hostages in the hands of Hamas. That is very difficult for us because our society is suffering, our families, and we are doing whatever we can to bring them back. So go back to the point that you were making. If you are saying that Hamas's capability to launch another October 7th style attack is over, you don't think Hamas can do that, why is this war continuing? Because first of all, we want to bring our hostages back, and second, we want to make sure that Hamas cannot regroup and rebuild its army of terror. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 558ആയി. 1835 പേർക്കാണ് പരിക്കേറ്റത്. 50 കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു. 20 വർഷത്തിനിടയിൽ ലെബനനിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഹിസ്ബുള്ള തിരിച്ചും ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് 200 മിസൈലുകളാണ് വിക്ഷേപിച്ചത്.
യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് അമേരിക്കയുടെ പിന്തുണ. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ എതിർക്കില്ലെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ഇന്ത്യക്ക് പുറമെ ജർമ്മനി, ജപ്പാൻ എന്നിവയ്ക്കും അംഗത്വം നൽകണം. യുഎൻ സുരക്ഷാ സമിതി വിപുലീകരിക്കണമെന്നും യുഎസ് നിലപാട് അറിയിച്ചു. ഷിരൂരിലെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. CP4-ൽ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഒരു മഡ്ഗാർഡ് മാത്രമാണ് കണ്ടെത്താനായത്. നാളെയും ഉത്തര കന്നഡ ജില്ലയിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പുമുണ്ട്. പ്രതികൂല കാലാവസ്ഥയല്ലെങ്കിൽ നാളെ തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയ ഉറപ്പ്. മലപ്പുറം ജില്ലയിൽ നിപ്പ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇന്ന് പുറത്തുവന്ന 16 പേരുടെ സ്രവ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. പ്രാഥമിക പട്ടികയിലെ 4 പേരുടെയും സെക്കൻഡറി പട്ടികയിലെ 90 പേരുടെയും ക്വാറന്റൈനിൽ നാളെ അവസാനിക്കും. അതിനിടെ രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി. എംപോക്സ് ക്ലേഡ് 1ബിയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനാവശ്യ പ്രചരണം ഒഴിവാക്കണം. ഇപ്പോഴുള്ളത് പ്രഹരശേഷി കൂടുതലുള്ള വകഭേദം. സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വീണ ജോർജ് പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനത്തിലെ ജിയോ കോർഡിനേറ്റുകൾ രേഖപ്പെടുത്തിയ ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ജനങ്ങൾക്ക് പരാതി നൽകാൻ 50 ദിവസം സമയം വേണം. സംസ്ഥാന സർക്കാർ ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കണം. ഭൂപടം തയ്യാറാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചു. നടപടിയില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ളവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കും. സഭ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ മലയോര ജനതയ്ക്കൊപ്പമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഭാഗം ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. കർഷകരെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. താമരശ്ശേരി ബിഷപ്പുമായി സംസാരിച്ചുവെന്നും TP രാമകൃഷ്ണൻ. EMSന് പുതുപ്പള്ളിയിൽ സ്മാരകം വേണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ചിന്തിച്ചതിൽ തെറ്റില്ലെന്ന് മന്ത്രി MB രാജേഷ്. EMSന് മാത്രമല്ല ഉമ്മൻചാണ്ടിക്കും പുതുപ്പള്ളിയിൽ സ്മാരകമുയരും. പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകും. പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വരെ ഒരു മുതിർന്ന നേതാവ് അറിയിച്ചിരുന്നുവെന്നും മന്ത്രി. തിരുവനന്തപുരം ഈഞ്ചക്കൽ SP മെഡിഫോർട്ടിൽ ആരംഭിച്ച ആധുനിക അർബുദ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ MP നിർവഹിച്ചു. അർബുദ രോഗത്തെ അതിജീവിച്ചവരുടെ കൂട്ടായ്മയായ SV ക്യാനിന്റെയും ഉദ്ഘാടനം നടന്നു. അർബുദ രോഗം കണ്ടെത്തി അത് ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക വൈദ്യമേഖല വികസിച്ചിട്ടുണ്ടെന്ന് ശശി തരൂർ. സ്പീക്കർ AN ഷംസീറിന്റെ മാതാവിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലെത്തിയ ഗവർണർ AN ഷംസീറിനെ ആശ്വസിപ്പിച്ചു. സ്പീക്കറോടൊപ്പം അല്പസമയം ചെലവിട്ടതിന് ശേഷമാണ് ഗവർണർ മടങ്ങിയത്. ദേശീയ വാർത്തകൾ. താൻ ബിജെപിയിലേക്കെന്നുള്ള അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കുമാരി സെൽജ. പിതാവിനെ പോലെ ത്രിവർണത്തിൽ പൊതിഞ്ഞാകും തന്റെ അന്ത്യം. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും സെൽജ. സെൽജയെ ബിജെപിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി മോഹൻലാൽ ഖട്ടർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ബിജെപിയുടെ ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്നായിരുന്നു സെൽജയുടെ മറുപടി. വഖഫ് ബില്ല് ആയുധമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് മന്ത്രി കിരൺ റിജിജു. ബില്ല് നിലവിൽ വന്ന മുസ്ലിം ഭൂമി സർക്കാർ കൈവശപ്പെടുത്തുമെന്നാണ് പ്രചരണം. നിരവധി മുസ്ലിം സംഘടനകൾ ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നും റിജിജു. മെഡിക്കൽ പഠന പ്രവേശനത്തിനുള്ള NRI ക്വാട്ടയുടെ നിർവചനം വിപുലീകരിക്കാനുള്ള പഞ്ചാബ് സർക്കാർ തീരുമാനം റദ്ദു ചെയ്ത ഹൈക്കോടതി തീരുമാനം ശരിവെച്ച് സുപ്രീംകോടതി. NRI ക്വാട്ട തട്ടിപ്പാണെന്നും സുപ്രീംകോടതി വിമർശിച്ചു. NRI ക്വാട്ടയിൽ പ്രവേശനം നേടിയവരെക്കാൾ 3 ഇരട്ടി മാർക്ക് നേടിയവർ പുറത്തു നിൽക്കുകയാണെന്നും കോടതി പറഞ്ഞു. 15% ക്വാട്ടയിൽ NRI പൗരന്മാരുടെ അകന്ന ബന്ധുക്കൾക്ക് കൂടി അവകാശം നൽകാനായിരുന്നു നേരത്തെ പഞ്ചാബ് സർക്കാർ വിജ്ഞാപനമിറക്കിയത്. ബദ്ലാപൂരിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ വെടിവെച്ചു കൊന്ന കേസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമെന്ന് സർക്കാർ. അതേസമയം പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പോലീസുകാർ സ്വയരക്ഷയ്ക്കായാണ് പ്രതിക്ക് നേരെ വെടിയുതിർത്തതെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. പാകിസ്ഥാൻ ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതിനെതിരെ രാജ് താക്കറെ. ഫവാദ് ഖാൻ നായകനായ ദി ലെജൻഡ് ഓഫ് മൗല ജാട്ടിന്റെ റിലീസിനെതിരെയാണ് നവനിർമ്മാൺ സേന മേധാവിയായ താക്കറെ രംഗത്തെത്തിയത്. ചിത്രം പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ ഉടമകൾ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി. മുംബൈ
സിദ്ധിവിനായക ക്ഷേത്രത്തിലെ പ്രസാദ പാക്കറ്റുകൾക്കിടയിൽ എലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ ക്ഷേത്ര ട്രസ്റ്റ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം ശിവസേന നേതാവ് സദാ സർവാംഗൻ വിഷയം വാസ്തവവിരുദ്ധമെന്ന് പറഞ്ഞു. ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന് പുറത്തുനിന്നെടുത്തതാണെന്നാണ് ആരോപണം. വിവാദത്തിന് പിന്നാലെ 4 ദിവസം കൊണ്ട് തിരുപ്പതിയിൽ വിറ്റുപോയത് 14 ലക്ഷം ലഡു. മൃഗക്കൊഴുപ്പ് വിവാദം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തെയും ബാധിച്ചിട്ടില്ല. ദിവസവും 60,000-ത്തിലധികം പേരാണ് ദർശനം നടത്തുന്നത്. സാധാരണഗതിയിൽ ദിവസവും 3.5 ലക്ഷം ലഡു വരെ തിരുപ്പതിയിൽ വിറ്റുപോയിരുന്നു. വിവാദത്തിന് ശേഷം ഇതിലും കുറവ് വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ. റാവൂസ് കോച്ചിംഗ് സെന്റർ അപകടത്തിൽ സ്ഥാപനവും കോർപ്പറേഷനും ഒരുപോലെ കുറ്റക്കാരെന്ന് ഡൽഹി കോടതി. നിയമവിരുദ്ധമായാണ് ബേസ്മെന്റ് പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത്. തക്കതായ നടപടിയെടുക്കുന്നതിൽ കോർപ്പറേഷന് വീഴ്ചയുണ്ടായതായും കോടതി നിരീക്ഷിച്ചു. കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ഇടക്കാല ജാമ്യം നൽകുന്നതിനിടെയാണ് വിമർശനം. പുതിയ ഫോൺ വാങ്ങിയപ്പോൾ ചെലവ് ചെയ്തില്ലെന്ന തർക്കത്തിൽ 16-കാരനെ സുഹൃത്തുക്കൾ കുത്തിക്കൊന്നു. കിഴക്കൻ ഡൽഹിയിലെ ഷക്കർപൂരിലാണ് സംഭവം. 9ാം ക്ലാസ്സുകാരായ 3 പേരാണ് സംഭവത്തിന് പിന്നിൽ. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലാത്സംഗം ചെറുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി സ്കൂൾ പ്രിൻസിപ്പൽ. ഗുജറാത്തിലെ ദോഹ ജില്ലയിലായിരുന്നു സംഭവം. പിപാലിയയിലെ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ ഗോവിന്ദനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയെയാണ് പ്രിൻസിപ്പൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. തടുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി സ്കൂൾ പരിസരത്ത് കുഴിച്ചിടുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെ എയർപോർട്ടിന്റെ പേര് മാറ്റുന്നു. ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ എയർപോർട്ട് എന്നാകും പുതിയ പേര്. പുനർനാമകരണത്തിന്റെ ഭാഗമായി ഷിൻഡെ സർക്കാർ കേന്ദ്രത്തിന് അപേക്ഷ കൈമാറി. വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹനാണ് ഇക്കാര്യം അറിയിച്ചത്. ഛത്തീസ്ഗഡിൽ പാമ്പ് കടിയേറ്റ് മരിച്ച യുവാവിന്റെ ചിതയിൽ കടിച്ച പാമ്പിനെ ജീവനോടെ കത്തിച്ച് നാട്ടുകാർ. കോർബ ജില്ലയിൽ ദിഗേശ്വർ രതിയ എന്ന 22-കാരനാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് കടിയേൽക്കുന്നത്. തുടർന്ന് സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പിന്നാലെ നാട്ടുകാർ പാമ്പിനെ പിടികൂടുകയും യുവാവിന്റെ ചിതയിൽ എറിയുകയുമായിരുന്നു. ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികളിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്നും കലർന്ന ചോക്ലേറ്റ് പിടികൂടി. തെലങ്കാന പോലീസാണ് ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 15 കമ്പനികളിൽ റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ 1 ലക്ഷം രൂപ വില വരുന്ന 12.68 കിലോ കഞ്ചാവും 80 ഗ്രാം ഉണങ്ങിയ കഞ്ചാവും കണ്ടെത്തി. സംഭവത്തിൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. റഷ്യയുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. US ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം അറിയിച്ചത്. വിട്ടുവീഴ്ചയല്ല, നയതന്ത്ര മാർഗത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമമെന്നും സെലൻസ്കി വ്യക്തമാക്കി. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIക്ക് പുതിയ തലവൻ. ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക്കാണ് പുതിയ മേധാവി. സെപ്റ്റംബർ 30-ന് മാലിക് ചുമതല ഏറ്റെടുക്കും. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി ഡോക്ടർ ഹരിണി അമരസൂര്യ ചുമതലയേറ്റു. NPP MP ആയ ഹരിണി അമരസൂര്യ അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. ശ്രീലങ്കയുടെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ. പൂച്ചകൾക്കുള്ള അത്രയും സ്വാതന്ത്ര്യം പോലും അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കില്ലെന്ന് ഹോളിവുഡ് നടി മെറിൽ സ്ട്രീപ്പ്. UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് നടിയുടെ വിമർശനം. കഴിഞ്ഞ മാസം താലിബാൻ സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ പരാമർശിച്ചായിരുന്നു പരിഹാസം. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള മടക്കയാത്ര അപ്രതീക്ഷിതമായി നീണ്ടതോടെ കമാൻഡറുടെ ചുമതലയും ഏറ്റെടുത്ത് സുനിത വില്യംസ്. നിലയം കമാൻഡറായിരുന്ന റഷ്യൻ സഞ്ചാരി ഭൂമിയിലേക്ക് മടങ്ങിയതോടെയാണ് ഇന്ത്യൻ വംശജയായ സുനിത കമാൻഡറുടെ ചുമതല ഏറ്റെടുത്തത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ISS ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ ദൌത്യങ്ങളുടെ ഏകോപന ചുമതലയാണ് സുനിതയ്ക്കുള്ളത്. 2012-ലെ ദൌത്യത്തിലും സുനിത കമാൻഡറായിരുന്നിട്ടുണ്ട്. 70 വർഷങ്ങൾക്ക് മുൻപ് തട്ടിക്കൊണ്ടുപോയി കാണാതായ 6 വയസ്സുകാരനെ കണ്ടെത്തി. 1951 ഫെബ്രുവരി 21-ന് കാലിഫോർണിയയിലെ പാർക്കിൽ നിന്നാണ് ലൂയിസ് അർമാൻഡോ ആൽബിനോയെ കാണാതാവുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, FBI ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. DNA പരിശോധന, പത്രക്ലിപ്പിംഗുകൾ എന്നിവ വെച്ച് ആൽബിനോയുടെ അനന്തരവൽ നടത്തിയ പരിശോധനയിലാണ് വയോധികരെ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ജീവനോടെ കണ്ടെത്തിയത്. സ്രാവിന്റെ പുതിയ സ്പീഷീസിനെ കണ്ടെത്തി ന്യൂസിലാൻഡ് ശാസ്ത്രജ്ഞർ. പസഫിക് സമുദ്രത്തിൽ നിന്നാണ് ഇവയെ ലഭിച്ചത്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായാണ് ഇവ കാണപ്പെടുന്നത്. കൊക്ക് പോലെയുള്ള വായുള്ള മത്സ്യം എന്നതാണ് ഗോസ്റ്റ് ഷാർക്കിന്റെ സവിശേഷത.
കായിക വാർത്തകൾ നോക്കാം. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 305 റൺസ് വിജയലക്ഷ്യം. 77 റൺസ് എടുത്ത അലക്സ് കാരിയും 60 റൺസ് എടുത്ത സ്റ്റീവൻ സ്മിത്തുമാണ് ഓസീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. 7 വിക്കറ്റ് നഷ്ടത്തിലാണ് ഓസീസ് 304 റൺസിലേക്ക് എത്തിയത്. ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്ര ആർച്ചർ 2 വിക്കറ്റ് വീഴ്ത്തി. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഓസീസിന് ഇന്നത്തെ മത്സരം കൂടി ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം.